ശമ്പള പരിഷ്കരണത്തെക്കുറിച്ച് വളരെ ഗൗരവമായ നിരവധി വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോകൾ സെക്രട്ടേറിയറ്റിലുള്ളവരും IASകാരും ഉൾപ്പെടെ ആളുകൾക്ക് നമ്മൾ അയച്ചു കൊടുക്കുകയും പലരും കാണുകയും വളരെ ഗൗരവമായി ഈ വിഷയങ്ങളിൽ നമ്മളോടൊപ്പം പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. ചിലരെങ്കിലും പേര് പറഞ്ഞും പറയാതെയുമൊക്കെ നമുക്ക് വോയിസും മെസ്സേജും ഒക്കെ അയച്ചു തന്നിട്ടുമുണ്ട്. ഇപ്പോൾ കിട്ടുന്നത് ഞാൻ ആദ്യമായിട്ടാണ് പുറത്ത് വിടുന്നൊരു ചാനൽ വഴി. ഇതൊരു പക്ഷേ ഒരു ഡിജിറ്റൽ ചാനൽ വഴിയായിരിക്കും ആദ്യം പുറത്ത് വരുന്നത്. ഇനി മറ്റ് ചാനലുകൾ ഡിസ്കസ് ചെയ്യുമോ എന്ന് നമുക്കറിയില്ല. എന്തായാലും ഒരു കാര്യം വളരെ പ്രധാനമാണ്. ശമ്പള പരിഷ്കരണത്തിൻ്റെ ആയുസ് കഴിഞ്ഞു. ഇനി ശമ്പള പരിഷ്കരണത്തിന് ആയുസില്ല. 3-4 നിർദ്ദേശങ്ങളാണ് സർക്കാരിൽ സജീവമായി. ആരാണ് ഇതിൻ്റെ ബുദ്ധി കേന്ദ്രം എന്നറിയില്ല. പങ്കാളിത്ത പെൻഷൻ്റെ ബുദ്ധി കേന്ദ്രം ഇതുപോലെ ഏതോ IASകാരോ ആരോ കൊടുത്തൊരു ബുദ്ധി കേന്ദ്രമാണ്. പങ്കാളിത്ത പെൻഷൻ രാജ്യത്ത് വന്ന് നാശക്കോട്ടയാക്കി. ഇപ്പോൾ വന്നിരിക്കുന്ന പുതിയ ചില ആശയങ്ങളുണ്ട്. ഇത് കേരള സമൂഹം ഗൗരവമായി ചർച്ച ചെയ്യണം എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ പുറത്തുവിടുന്നത്. ഒന്നാമത്തെ ആശയം, പ്രമോഷൻ പോസ്റ്റുകൾ ഇനി ഉണ്ടാക്കണ്ട, ഗ്രേഡ് പ്രമോഷൻ മതി. ഒരു സ്ഥലത്തും പുതിയ പോസ്റ്റുകൾ പ്രമോഷന് വേണ്ടി കൊടുക്കണ്ട, ഗ്രേഡ് കൊടുക്കുക, പ്രമോഷൻ പോസ്റ്റുകൾ കൊടുക്കണ്ട. രണ്ടാമത് വരാൻ പോകുന്ന കാര്യം, ഗസറ്റഡ് ഓഫീസേഴ്സിന് മുകളിലോട്ടുള്ളവർ, അതായത് ഗസറ്റ് ഓഫീസർമാർ മുതൽ മുകളിലോട്ടുള്ളവർക്ക് പെൻഷൻ ഇതുപോലത്തെ ഈ ശമ്പള പരിഷ്കരണം ഈ സ്ലാബിൽ കൊടുക്കേണ്ട കാര്യമില്ല. ഇപ്പം 2 തരം സ്ലാബ് വരും എന്ന് പറഞ്ഞാൽ LD അറ്റൻഡർ പിയൂണ് മുതൽ LD ക്ലാർക്ക് അല്ലെങ്കിൽ UD ക്ലാർക്ക് വരെ, അതായത് ഗസറ്റഡ് റാങ്കിലേക്ക് താഴെ ശമ്പളം വാങ്ങുന്ന നോൺ ഗസറ്റഡ് ഓഫീസേഴ്സിനെല്ലാം ഒരു പാറ്റേൺ, അതിൻ്റെ സ്ലാബ് നിശ്ചയിക്കുന്ന വേറൊരു പാറ്റേൺ ആണ്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഗസറ്റഡ് ഓഫീസേഴ്സിനുള്ള ഒരു പാറ്റേൺ. പെൻഷൻകാർക്ക് ഇവർക്ക് കൂടുമ്പോൾ, അതായത് പിന്നെ സാധാരണ സർവീസിലുള്ള ഉദ്യോഗസ്ഥർ കൂടുമ്പോൾ അതിന് സമാനമായി പെൻഷൻകാർ കൂടുമല്ലോ, അത് വേണ്ട. അതിന് ഒരു കൺസോൾഡേറ്റഡ് എമൗണ്ട് കൂട്ടിയാൽ മതി. അല്ലാതെ ഇവർക്ക് DA കൂടും അവിടെയും DA കൂടും. പിന്നെ അത് പുതിയൊരു തീരുമാനം. ചർച്ചകളാണ് കേട്ടോ. മൂന്നാമത്തെ തീരുമാനം, ഒരു വീട്ടിൽ 2 പേർ ജോലിക്കുണ്ടെങ്കിൽ, 2 പേര് പെൻഷൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അവിടത്തേക്കുള്ള താരിഫിൽ അവർക്ക് കൊടുക്കുന്ന പെൻഷനിൽ സീലിംഗ് ഉണ്ടായിരിക്കും. ഇത്ര രസകരമായ കണ്ടുപിടുത്തം. അതായത് ഓരോ ബുദ്ധി കേന്ദ്രങ്ങളിരുന്ന് പ്രവർത്തിക്കുന്നുണ്ട്. ഇതൊക്കെ നാളെ വരുമോ ഇല്ലയെന്നൊന്നും നമുക്കറിയത്തില്ല. പക്ഷേ 3-4 ബുദ്ധികൾ ഇപ്പോൾ കേൾക്കുന്നുണ്ട്. ഒന്ന്, ഞാൻ പറഞ്ഞു, ഗ്രേഡ് പ്രൊമോഷൻ മാത്രം മതി, ഒരു കാരണവശാലും പുതിയ പോസ്റ്റിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കൊണ്ട്. ഇപ്പോൾ അസിസ്റ്റൻ്റ് ആണെങ്കിൽ അസിസ്റ്റൻ്റ് തന്നെ, ജൂനിയർ അസിസ്റ്റൻ്റായിട്ട് കയറിയാൽ റിട്ടയർ ആവുന്ന ജൂനിയർ അസിസ്റ്റൻ്റ് തന്നെ, സീനിയർ അസിസ്റ്റൻ്റ് ആവില്ല. പക്ഷേ ശമ്പളം കൂട്ടി കൊടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ ഗ്രേഡ് പ്രൊമോഷൻ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഉള്ള ഗുണമെന്ന് പറഞ്ഞാൽ അധികം പോസ്റ്റ് വരുന്നതിനുള്ള പ്രശ്നങ്ങളുണ്ട്. ഒരുപാട് പോസ്റ്റിൻ്റെ ആവശ്യമില്ല. അതുപോലെ തന്നെ മുകളിലേക്ക് പുതിയ പോസ്റ്റുകൾ വരുമ്പോൾ അതനുസരിച്ചുള്ള സൗകര്യങ്ങൾ കൂടുതൽ കൊടുക്കണമെന്നില്ല. ഇപ്പോൾ ചെറിയ പോസ്റ്റിലിരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഓഫീസും ക്യാബിനും ഒക്കെ ചെറുത് മതിയായിരിക്കും. കുറച്ചുകൂടെ അടുത്ത പോസ്റ്റിലേക്ക് പ്രൊമോഷൻ കിട്ടുമ്പോൾ കൂടുതൽ സൗകര്യങ്ങൾ കൂടുതൽ കൊടുക്കണമായിരിക്കും. ഇപ്പോൾ ലാപ്ടോപ്പ് ആയാലും എല്ലാം കൂടുതൽ കൊടുക്കണമല്ലോ. അതിൻ്റെ ആവശ്യമില്ല. ചെലവ് ചുരുക്കുന്നതിൻ്റെ ഭാഗമായി ഗ്രേഡ് പ്രൊമോഷനാണ് ഒന്നാമത്തെ അജണ്ട. രണ്ടാമത്തെ അജണ്ട, ഞാൻ ഈ പറഞ്ഞ പോലെ പിയൂണ് മുതൽ അറ്റൻഡർ മുതൽ ഡ്രൈവർമാർ മുതൽ LD ക്ലാർക്ക്, അതായത് NGOമാർ, നോൺ ഗസറ്റഡ് ഓഫീസേഴ്സിന് ഒരു താരിഫ്, അത് കുറച്ച് മെച്ചപ്പെട്ട താരിഫ് കൊടുക്കും. പക്ഷേ അതിനേക്കാൾ തുലവും കുറവുള്ള വേറൊരു സ്ലാബായിരിക്കും ഗസറ്റഡ് ഓഫീസർമാർക്കുള്ളത്. അതുപോലെ തന്നെയാണ് പെൻഷൻ പറ്റിയവർക്ക് 2 തരത്തിലുണ്ടായിരിക്കും. ഒരാളെ വീട്ടിൽ പെൻഷൻ പറ്റിയ ആൾ, അതായത് സ്ത്രീ ആയാലും പുരുഷനായാലും ഒരാളെ ഉള്ളെങ്കിൽ ഒരു സ്ലാബായിരിക്കും. 2 പേർക്ക് പെൻഷൻ പറ്റിയിട്ടുണ്ടെങ്കിൽ മറ്റൊരു തരം സ്ലാബായിരിക്കും. ഇത്തരത്തിലുള്ള വളരെ ഗൗരവതരമായ ഒരു സാമ്പത്തിക അച്ചടക്ക പരിപാടി ഗവൺമെൻറ്റിൽ കറങ്ങുന്നുണ്ട്. ഇത് തീരുമാനമൊന്നും ആയിട്ടില്ല, പക്ഷെ കറങ്ങുന്നുണ്ട്. ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, കേന്ദ്ര ഗവൺമെൻറ് ചെയ്യും പോലെ 10 വർഷത്തിലൊരിക്കൽ ശമ്പള പരിഷ്കരണമാക്കിയാൽ മതി എന്നുള്ളതും നടക്കുന്നു. ഇപ്രാവശ്യം ഇലക്ഷൻ നടക്കുന്നതുകൊണ്ട് ഇതൊക്കെ വരുമോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എന്തായാലും നല്ല ചർച്ചയാണ്. ഏതോ IASകാരൻ്റെയോ സീനിയർ ഓഫീസർമാരുടെയോ തലയിൽ ഉദിച്ചൊരാശയമാണ് ഇത്. സെക്രട്ടേറിയറ്റിൽ സജീവ ചർച്ചയാണ്.